പോസ്റ്റ് ഓഫീസിൽ നിന്നും പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമരം. ചെങ്കള വില്ലേജിലെ ചേരൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പോസ്റ്റുമാനായി സേവനം ചെയ്തിരുന്ന എൻ ദാമോദരനാണ് സത്യാഗ്രഹ സമരം നടത്തിയത്. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. 20 വർഷത്തിലധികം ചെങ്കള വില്ലേജിൽപ്പെട്ട ചേരൂർ പോസ്റ്റ് ഓഫീസിന് കീഴിൽ പോസ്റ്റുമാനായി സേവനം ചെയ്തയാളാണ് എൻ ദാമോദരൻ. തന്നെ സർവീസിൽ നിന്നും മാറ്റി നിർത്തി 13 വർഷത്തോളമായെന്നും തിരിച്ചെടുക്കുവാൻ നടപടി വേണമെന്നുമാണ് ദാമോദരൻ്റെ ആവശ്യം. ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ വേണ്ടിയാണ് കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ഏകദിന സത്യാഗ്രഹ സമരം നടത്തിയത്. തൻ്റെ ആവശ്യങ്ങൾ എഴുതിയ ബോർഡ് കയ്യിൽ പിടിച്ചാണ് ദാമോദരൻ്റെ പ്രതിഷേധം. അതായത് വ്യക്തി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കാസർഗോഡ് അസിസ്റ്റൻ്റ് സൂപ്രണ്ട് എന്നെ സർവീസിൽ നിന്ന് പുറത്താക്കിയത്. ദാമോദരനെ പുറത്താക്കുന്നത് കുറച്ച് മാസത്തേക്ക് മാത്രം. കുറച്ച് മാസം കഴിഞ്ഞിട്ട് ദാമോദരനെ സർവീസിൽ തിരിച്ചെടുക്കുന്നതായിരിക്കും. മാത്രം ഇത്ര വർഷമായിട്ടും കാസർഗോഡ് അസിസ്റ്റൻ്റ് സൂപ്രണ്ടോ മേലധികാരിയോ എന്നെ ഇതുവരെ സർവീസ് തിരിച്ചെടുത്തിട്ടില്ല. ഈ 13 വർഷത്തിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും മാസക്കണക്കിനും ഞാൻ പോസ്റ്റ് സൂപ്രണ്ടുമായിട്ടും കോഴിക്കോട് കാലിക്കറ്റ് പോസ്റ്റ് മാസ്റ്റർ ജനറലുമായിട്ടും മനുഷ്യാവകാശ കമ്മീഷൻ അവരുമായിട്ടും എല്ലാം ബന്ധപ്പെട്ടു. ഒരു ആനുകൂല്യം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എൻ്റെ പിടിച്ചു വലിച്ച ആനുകൂല്യമോ എൻ്റെ ശമ്പളമോ യാത്രാപത്തോ ഒന്നും എനിക്ക് തന്നിട്ടില്ല. ഇപ്പോൾ 12 വർഷം പിന്നിട്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ 13 വർഷം കാലാവധിയായി ഞാൻ പുറത്തു നിൽക്കുന്നത്. എന്നെ ഉടനടി സർവീസ് തിരിച്ചെടുക്കണം. എന്നെ നിലവിൽ 5 വർഷം സർവീസ് എനിക്കുണ്ട്. സർവീസിൽ നിന്നും പുറത്തായതിനെ തുടർന്ന് ഇപ്പോൾ ലോട്ടറി വിൽപ്പന നടത്തിയാണ് ദാമോദരൻ ജീവിതമാർഗം കണ്ടെത്തുന്നത്. തന്നെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ കാണുകയും നിവേദനങ്ങൾ സമർപ്പിക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇദ്ദേഹം പറയുന്നു. തന്നെ സർവീസിൽ നിന്നും തിരിച്ചെടുക്കുവാൻ നടപടിയുണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം നടത്തുമെന്നും എൻ ദാമോദരൻ കൂട്ടിച്ചേർത്തു. ഇദ്ദേഹത്തിൻ്റെ സമരത്തിന് പിന്തുണയുമായി ജനസൗഹൃദവേദിയും രംഗത്തുണ്ട്. ദാമോദരനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് 13 വർഷത്തോളമായിരിക്കുകയാണെന്നും ഈ സാഹചര്യത്തിൽ ഇനിയെങ്കിലും സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ തിരിച്ചെടുക്കുവാൻ നടപടിയുണ്ടാകണമെന്ന് ജനസൗഹൃദവേദി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി MDA പാണലം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.